സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ന്യൂസ് കേരള TVM-ലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ പരമാധികാരത്തെ, നമ്മുടെ സ്വാതന്ത്ര്യത്തെ, നമ്മുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള അമേരിക്കൻ നിലപാടുകൾ കണിശമായി വിമർശിക്കാൻ പറ്റിയ ഒരൊറ്റ ചാനലുകളും കേരളത്തിൽ ആകെ ഉണ്ട്. മൗദൂദി ചാനൽ എന്ന് അവർ കളിയാക്കുന്ന മീഡിയ വണ്ണിനെ പോലുള്ള ചില ചാനലുകൾ മാത്രമാണ് സത്യം സത്യം പോലെ പറയുന്നത്. ബാക്കിയുള്ള എല്ലാ ചാനലുകളും മോഡി സ്തുതി പാഠകരാണ്. അവർ നാഴികയ്ക്ക് 40 വട്ടം എല്ലാ ദിവസവും മോഡിയെ പുകഴ്ത്താനും മോഡിയുടെ ഭരണ നൈപുണ്യത്തെപ്പറ്റി സംസാരിക്കാനുമാണ് സമയം ചെലവഴിക്കുന്നത്. അപ്പോൾ അമേരിക്ക നമുക്ക് തരുന്ന പെർമിഷൻ, അതായത് സൗജന്യമായിട്ട് 30 ദിവസത്തെ ഇളവ് അനുവദിച്ചു, നിങ്ങൾ റഷ്യയിൽ നിന്നും ഓയിൽ വാങ്ങിക്കോളി എന്നും. അപ്പോൾ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ അമേരിക്കയും ഇസ്രയേലികളും ലോകത്തെമ്മാടികളായ ഈ രണ്ട് ദുഷ്ടന്മാരായ രാഷ്ട്രങ്ങൾ കടന്നു കയറി ഗൾഫ് മേഖലയും ഇറാനും ഏഷ്യൻ ചുറ്റുപാടുകളുമെല്ലാം അസ്ഥിരതപ്പെടുത്താനുള്ള ഒരു കാലെ കൂട്ടിയുള്ള ഒരു അജണ്ട നടപ്പാക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അതായത് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ഗൾഫ് മേഖലയെ നേരത്തെ കണ്ടിരുന്നെന്ന് പറഞ്ഞാൽ നിക്ഷേപിക്കാൻ പറ്റിയ, എന്ത് ബിസിനസ്സും വ്യവസായവും നടത്താൻ പറ്റിയ സമാധാനമുള്ള രാഷ്ട്രങ്ങളായിട്ടായിരുന്നു, സുരക്ഷിത രാഷ്ട്രങ്ങളായിട്ടായിരുന്നു കണ്ടിരുന്നത്. അങ്ങനെ ഒരുപാട് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ ബിസിനസ് തുടങ്ങുകയും, ഗൾഫ് രാഷ്ട്രങ്ങൾ ബിസിനസ് തുടങ്ങുകയും വ്യവസായങ്ങൾ തുടങ്ങുകയും എല്ലാം നല്ല രീതിയിൽ ഭംഗിയായി പൊയ്ക്കൊണ്ടിരുന്ന ഒരു മേഖലയെ അസ്ഥിരപ്പെടുത്താനുള്ള കാലെക്കൂട്ടിയുള്ള അജണ്ടയാണ് യഹൂദന്മാരും അമേരിക്കയും കൂടെ നടപ്പാക്കിയിരിക്കുന്നത്. ഇത് നേരത്തെ കണ്ടറിഞ്ഞ പാശ്ചാത്യ രാജ്യങ്ങൾ, പല രാജ്യങ്ങളും അമേരിക്കയുടെ ഒപ്പം നിന്നിട്ടുള്ളതാണ് പണ്ട്. അവരെല്ലാം ഇപ്പോൾ അമേരിക്കയെ തള്ളിപ്പറഞ്ഞിരിക്കുന്നത്. കാര്യം അമേരിക്ക ഭരിക്കുന്നത് ദുഷ്ടനായ ഒരു ഭരണാധികാരിയാണ്. അയാൾക്ക് വട്ടാണ്. മുഴുവട്ടാണോ അരവട്ടാണോ എന്നുള്ളത് അയാളെ കൊണ്ടുപോയി ഒരു സൈക്യാട്രിസ്റ്റിനെയോ പിന്നെ കാണിച്ചാലേ അറിയാൻ കഴിയുള്ളൂ. എന്തായാലും ശരി, അയാൾ ഒരു ശരിയായ മനുഷ്യന്റെ രീതിയിലുള്ള പ്രവർത്തനങ്ങളല്ല ഏർപ്പെടുത്തിക്കുന്നത്. കാര്യം ഇവിടെയുള്ള ഗൾഫ് രാഷ്ട്രങ്ങളെല്ലാം, സൗദി അറേബ്യ, ഒമാൻ, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, UAE, ഈ രാഷ്ട്രങ്ങളെല്ലാം ഒന്നിച്ചാവശ്യപ്പെട്ടാണ്. കാരണം അമേരിക്കയുടെ സഖ്യകക്ഷികളാണ് ഇവരെല്ലാം. അമേരിക്ക ഇവരുടെയൊക്കെ സുരക്ഷിതത്വം ഉറപ്പാക്കാനെന്ന് വാക്കുകൊടുത്തിട്ടുള്ള രാഷ്ട്രങ്ങളാണ് ഇതെല്ലാം. അവരെല്ലാം പറഞ്ഞതാണ് ഇവിടെ ഒരു തൽക്കാലത്തേക്ക് ഇവിടെ ഒരു ആക്രമണവും ഇവിടെ ഒരു യുദ്ധവും ഉണ്ടാക്കരുതെന്ന് ആവശ്യപ്പെട്ടിട്ട് പോലും ഈ യഹൂദന്മാരെന്ന് പറയുന്നത്, അതായത് ലോകത്തെമ്മാടികളാണ് അവരെ വിശ്വസിക്കാനേ കൊള്ളൂല. ചരിത്രം പറയുന്നത് തന്നെ അതാണ്. ദൈവകോപം ഇറങ്ങിയ ഒരു സമൂഹമാണ് അവര്. അപ്പോൾ അവരുടെ നിലനിൽപ്പെന്നുള്ള വ്യാജേന ഒരു യുദ്ധം അഴിച്ചുവിട്ട് ഈ മേഖലയെ അസ്ഥിരപ്പെടുത്താനും ഇവിടെയുള്ള ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനും ഈ റമദാൻ മാസത്തിൽ ഇവർ കാലേ കൂട്ടി ഇറങ്ങി തീരുമാനിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഇത് ജനങ്ങൾക്ക്, ഏതെങ്കിലും വിഭാഗം ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിയുമോ? ഒരു നേട്ടം ഉണ്ടാവില്ല. മനുഷ്യകുലത്തിന് ഇന്ന് വരെ യുദ്ധം കൊണ്ട് നേട്ടമുണ്ടായതായ ചരിത്രമുണ്ട്? ഇല്ല. കുറെ ആളുകൾ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് അംഗഭംഗം വരും, അത്ര തന്നെ. അല്ലെങ്കിൽ വേറെന്താണ് ഇവിടെ ഇതുകൊണ്ടുള്ള നേട്ടം ഉണ്ടാവുന്നത്? അപ്പോൾ ആരുടെയും പെർമിഷൻ, അതായത് ഇവിടെ നോക്കുകുത്തിയാക്കിയാണ് ലോക സംഘടനയെ, UN നോക്കുകുത്തിയാക്കി വെച്ചുകൊണ്ട് അവരുടെ ഇഷ്ടപ്രകാരം അവര് ഒരു യുദ്ധത്തിനിറങ്ങി പുറപ്പെടുകയാണ് ചെയ്തത്. യാതൊരു കാരണവുമില്ലാതെ ഇറാൻ ഞങ്ങളെ ആക്രമിക്കും, ഞങ്ങളെ ഭൂപടത്തിൽ നിന്ന് ഇല്ലാതാക്കും, അതൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ട് എത്രയോ വർഷങ്ങളായി. അതും ഇപ്പോഴത്തെ സംഭവമായിട്ട് എന്താണ് ബന്ധം? അവര് അണുവായുധം ഉണ്ടാക്കുന്ന അണുവായുധം ഇറാൻ എന്തുണ്ടാക്കിയൂടെ? ഏത് രാജ്യത്തിനും ഉണ്ടാക്കാം. അമേരിക്കയ്ക്ക് ഉണ്ടാക്കാം, ബ്രിട്ടൻ ഉണ്ടാക്കാം, ഫ്രാൻസിന് ഉണ്ടാക്കാം, ഇന്ത്യക്ക് ഉണ്ടാക്കാം, പാകിസ്ഥാൻ ഉണ്ടാക്കാം, ബാക്കി എല്ലാ രാഷ്ട്രങ്ങൾക്കും ഉണ്ടാക്കാം, ഈ യഹൂദന്മാർക്ക് ഉണ്ടാക്കാം. ഇറാൻ ഉണ്ടാക്കിയൂടെ? അതിനാരുടെയെങ്കിലും പെർമിഷൻ വേണോ? അത് അമേരിക്കയാണോ തീരുമാനിക്കുന്നത്? ആര് അണുവായുധം ഉണ്ടാക്കണ്ടെന്ന്? അപ്പോൾ ലോക പോലീസ് ആവാൻ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ ലോക ചട്ടമ്പിയാകാൻ, ഗുണ്ടാത്തലവനാകാൻ ആഗ്രഹിക്കുകയാണ് ഈ
പിന്നെ ട്രംപ് എന്ന് പറയുന്നത് മാടി. കാരണം അവിടെയുള്ള ജനങ്ങൾ മൊത്തം വെറുത്തു കഴിഞ്ഞു. ഇയാളൊരു കുടിയേറ്റക്കാരനാണ്, എന്നിട്ടാണ് കുടിയേറ്റ നിയമം കൊണ്ടുവരുന്നത്. അവര് പിന്നെ കുടിയേറ്റക്കാരെ പുറത്താക്കണമെന്ന്. അയാള് കുടിയേറ്റക്കാരനാണ്, അയാളെ ബന്ധുക്കളെല്ലാം കുടിയേറ്റക്കാരാണ്. എന്നിട്ട് പറഞ്ഞ, അല്ലെങ്കിൽ തന്നെ അമേരിക്ക തന്നെ ഒരു കുടിയേറ്റ രാജ്യമാണ്. പണ്ട് ബ്രിട്ടനിൽ നിന്നും, അതായത് തെമ്മാടികളാ, ദുഷ്ടന്മാരാ, ഈ പിന്നെ എന്താണ്, കുറ്റവാളികളെ നാട് കടത്തിയ ഒരു നാടാണ്. കുറ്റവാളികൾ ഈ ബ്രിട്ടനിലുള്ള കുറ്റവാളികളെ നാട് കടത്തിയപ്പെട്ട ഒരു രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത്. പണ്ട് അതിന്റെ പേരെന്ന് പറയുന്നത്, അവിടുത്തെ ഒറിജിനൽ അമേരിക്കൻസ് എന്ന് പറയുന്നത് റെഡ് ഇന്ത്യൻസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ റെഡ് ഇന്ത്യൻസ്, അതായത് ഇന്ത്യക്കാരെ ചുവന്ന ഇന്ത്യക്കാർ എന്നുള്ള പേരിലാണ് അവിടെയുള്ള ഒറിജിനൽ ആളുകൾ അറിയപ്പെടുന്നത്. ബാക്കിയുള്ള എല്ലാവരും കുടിയേറ്റക്കാരാണ്. അപ്പൊ കുടിയേറ്റം എന്ന് പറയുന്നത് ഇന്നും ഇന്നലെ തുടങ്ങിയല്ല, അത് എത്രയോ നൂറ്റാണ്ടുകളായി മനുഷ്യൻ കുടിയേറിയവർ തന്നെയാണ്. എല്ലാ ഭാഗത്തോട്ടും അങ്ങനെ കുടിയേറിക്കൊണ്ടേയിരിക്കും. അതിന് കുടിയേറ്റ പുതിയ നിയമമൊക്കെ കൊണ്ടുവന്ന് പിന്നെ ഒരു ക്രിസ്ത്യൻ രാഷ്ട്രമാക്കി നിങ്ങൾ ഏത് രാഷ്ട്രമാക്കി? ജനങ്ങൾ സമാധാനമായിട്ട് എല്ലാ രാജ്യത്തും താമസിക്കണം, എല്ലാ രാജ്യത്തും ജീവിക്കണം. അവർ പരസ്പര സഹായത്തോട്, സഹകരണത്തോടെ, സന്തോഷത്തോടെ അവർ കഴിഞ്ഞോട്ടെ. ഈ ഇങ്ങനെയുള്ള തെണ്ടികളെ യവന്മാരെ എന്ന് പറയുന്നത് ഈ നെതന്യാഹുവിനെയും ട്രംപിനെ നിർബന്ധമായിട്ടും പിന്നെ അറസ്റ്റ് ചെയ്ത് അകത്താക്കി ഇവർക്ക് ശരിയായ ശിക്ഷ കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അത് എൻ്റെ അഭിപ്രായം മാത്രമല്ല, ലോകത്തുള്ള ജനങ്ങളിൽ കൂടുതലും അഭിപ്രായപ്പെടുന്നത് ഇവർ രണ്ടുപേരും യുദ്ധക്കുറ്റവാളികളാണ്. അനാവശ്യമായി ഇപ്പൊ കണ്ടില്ലേ, നമ്മൾ വെനസ്വല എന്ന് പറയുന്ന ഒരു പരമാധികാര രാഷ്ട്രത്തിൽ കടന്നു കയറി അവിടുത്തെ പ്രസിഡന്റ്, ഉറങ്ങിക്കിടുന്ന പ്രസിഡന്റിനെയും വൈഫിനെയും ഭാര്യയെയും പിടിച്ചുകൊണ്ട് അമേരിക്കയെ കൊണ്ടുവന്ന് ജയിലിലിട്ടിരിക്കുന്നു. ഇത് എവിടത്തെ കാടൻ നിയമമാണ്? പണ്ട് കാലത്ത് നാട്ടിൽ ചട്ടമ്പിമാരുണ്ടായിരുന്നു ഇങ്ങനെ, അതായത് ഒരു 10-12 മക്കളൊക്കെ ഉള്ള പിന്നെ നാട്ടിലെ പ്രമാണിമാര് അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുക. അതുപോലെയാണ് ഇപ്പൊ അമേരിക്കയുടെ കയ്യിൽ കുറച്ച് ആയുധവും കുറച്ച് പട്ടാളക്കാരും ഉണ്ടെന്ന് പറഞ്ഞ് എവിടെയും കയറി ചെന്ന് അവിടെയുള്ള ഭരണാധികാരികളെ പിടിച്ചു കെട്ടിക്കൊണ്ട് പോയി ജയിലിടുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണിത്? ഇതൊക്കെ ചോദിക്കാനും പറയാനും ലോകത്താരുമില്ലേ? എന്താണ് ഇതിന്റെയൊക്കെ പിന്നെ അവസാനം എന്ന് പറയുന്നത്? എന്തായാലും ശരി, ഇപ്പോ ഇറാന് കട്ടയ്ക്ക് സപ്പോർട്ടുമായിട്ട് ചൈനയും റഷ്യയും കൂടെ നിൽക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ നോർത്ത് കൊറിയയും. എന്തായാലും ശരി, നമ്മൾ ചിരിച്ചും കളിച്ചും പിന്നെ ഇരിക്കേണ്ട സമയമില്ല. ഇത് വളരെയധികം ചിന്തിക്കണം. മനുഷ്യകുലത്തിന് തന്നെ ആപത്താണ് ഇവർ രണ്ടുപേരും, അതായത് യഹൂദന്മാരും ഈ അമേരിക്ക എന്ന് പറയുന്നത്. ഇവരയ്ക്ക് നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ കണ്ടതാണ് പണ്ട് പിന്നെ ഹിരോഷിമയിലും നാഗസാകിയിലും അണുബോംബ് വർഷിച്ചത് അമേരിക്ക. അപ്പോൾ അവർ എന്ത് തെമ്മാടിത്തരം കാണിക്കും? ഒരു അണുബോംബൊക്കെ വർഷിക്കുക എന്ന് പറയുന്നത് എന്താണ്? അത് ചെയ്തിട്ട് അതിന് കുറ്റവാളിയാവേണ്ടതാണ് അവരെല്ലാം. അവരെ പിടിച്ച് ജയിലിടേണ്ടതാണ്. ആരും ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതിനെ ന്യായീകരിക്കുകയാണ്. അമേരിക്ക ചെയ്യുന്ന എല്ലാ തെമ്മാടിത്തരങ്ങളെയും, ഇസ്രയേൽ ചെയ്യുന്ന എല്ലാ തെമ്മാടിത്തരങ്ങളെയും നമ്മൾ ന്യായീകരിക്കരുത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര രാഷ്ട്രമെന്ന് പറയുന്നത് ഇന്ത്യക്ക് പോലും അവർ സൗജന്യം ചെയ്തു. അതായത് 30 ദിവസത്തേക്ക് ഇളവ് അനുവദിച്ചു. അതായത് ഇന്ത്യ കൊണ്ടുവന്ന് അമേരിക്കയിൽ പണയം വെച്ച് നമ്മൾ പൈസ എടുത്തിരിക്കുകയാണ്. അല്ല, എന്തോ ഒരു തെമ്മാടിത്തരമാണ്. പറയുന്നതിനൊക്കെ ഒരു മര്യാദ വേണ്ടേ? അപ്പൊ അങ്ങനെ ഒരു ഇന്ത്യ കണ്ട, ലോകം കണ്ട, അതായത് ലോക രാഷ്ട്രങ്ങളുടെ ഇടയിൽ ഇന്ത്യക്കുള്ള വിലയും നിലയും ഇല്ലാതായി. അയാളൊന്നും മിണ്ടണമല്ല, അയാളെ വായിലെന്ത് പഴം തൊലിച്ചു വെച്ചിരിക്കുകയാണ്. ഈ നരേന്ദ്രമോദി എന്നാണ് വിശ്വഗുരു, ലോക ഗുരുവാണ്, ദൈവത്തിന്റെ അവതാരമാണ്, ലോക നേതാവാണ്, ലോകത്തിനെ നിയന്ത്രിക്കുകയാണ് നരേന്ദ്രമോദി എന്നൊക്കെ പറഞ്ഞ് കുറെ പമ്പര വിഡ്ഢികളായ സംഘപരിവാറിനെ അനുകൂലിക്കുന്ന കുറെ ചാനലുകൾ ഇന്ത്യയിൽ കിടന്ന് കുരയ്ക്കുന്നതല്ലാതെ ഇവനൊക്കെ അയാൾ ചെയ്ത തെറ്റാണ്, തെമ്മാടിത്തരമാണെന്ന് പറയാനുള്ള തൻ്റെ ഇടം കാണിക്കുന്ന ആകെ 3-4 ചാനലുകളെ ഇന്ത്യയിലുള്ളൂ. വളരെ വളരെ കുറച്ച് നേതാക്കന്മാർ മാത്രമേ ഇന്ത്യയിലുള്ളൂ. അവർ പറയുന്നത് തെമ്മാടിത്തരമാണ് കാണിച്ചത് മോഡി എന്ന് പറയാം. മോഡി എന്തിനാണ് നിങ്ങൾ ഭയക്കുന്നത്? അല്ല, നിങ്ങൾ ഭയക്കുന്നത് എന്താണ്? നമ്മൾ ഒരു ജനാധിപത്യ രാഷ്ട്രമല്ലേ, നമ്മൾ ആരെയാണ് ഭയക്കേണ്ടത്? ഈ മോഡി അല്ലെങ്കിൽ വേറൊരു മോഡി വരും ഇന്ത്യ ഭരിക്കാൻ എന്ന് പറഞ്ഞാൽ. യോഗ്യതയില്ലാത്ത ഒരു റെയിൽവേ പ്ലാറ്റ്ഫോമുകളിൽ ചായ വെച്ച് കിടന്നവൻ എന്താണ് യോഗ്യത ഇന്ത്യ ഭരിക്കാൻ? നിങ്ങൾ കണ്ടിട്ടില്ലേ? ഓരോ രാജ്യങ്ങളിൽ പോയിട്ട് അവിടെ ഉള്ളവരെ ഇങ്ങനെ കെട്ടിപ്പിടിക്കും, എന്നിട്ട് വിഡ്ഢിച്ചിരിയിരിക്കും. അവർ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഭാഷാ നൈപുണ്യം പോലും ഇല്ലാത്ത ഒരു പിന്നെ പ്ലാറ്റ്ഫോമില് ചായ കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യന് എന്താണ് മനസ്സിലാവുന്നത്? വിഡ്ഢിച്ചിരിയിരിക്കും. എന്താണെന്ന് അവർക്ക് മനസ്സിലാവും. ഇയാൾക്കൊന്നും അറിഞ്ഞൂടെ, പൊട്ടനാണ്.
എന്ന് അവർ തന്നെ മനസ്സിലാക്കിയിരിക്കും. ലോകത്തിലുള്ള എല്ലാവർക്കും അറിയാം ഇയാൾ പമ്പര വിഡ്ഢിയാണെന്ന്. ഇന്ത്യയെ കൊണ്ടുവന്ന് ഇപ്പൊ അമേരിക്കയ്ക്ക് പണയം വെച്ചു. രണ്ടാമത് പിന്നെ ഇവിടെ ഇസ്രയേലിൽ പോയിട്ട് യുദ്ധം തുടങ്ങാൻ അനുമതി കൊടുത്തു. മോഡിയാണ് അനുമതി കൊടുത്തത്. പിറ്റേന്ന് യുദ്ധം ആരംഭിച്ചു. അപ്പോ ഇത്ര വൃത്തികെട്ട ഒരു പ്രൈം മിനിസ്റ്ററും ഇവർക്ക് പറ്റിയതാണ് ചക്കയ്ക്കൊത്ത ശങ്കരൻ എന്ന് പറയുന്നത് പോലെ. പണ്ട് അങ്ങനെ ഒരു ചൊല്ലുണ്ടായിരുന്നു, ചക്കയ്ക്കൊത്ത ശങ്കരൻ. അപ്പൊ അതുപോലെയാണ് മോഡിക്കും പിന്നെ യഹൂദന്മാർക്കും അമേരിക്കയ്ക്കും പറ്റിയ 3 പേരാണ്. അതായത് മോഡി, ട്രംപ്, നെതന്യാഹു. ഇവരെ 3 വെറുക്കപ്പെട്ട വ്യക്തികളാണ്. ലോകത്തിലെ വെറുക്കപ്പെട്ട 3 വ്യക്തികളാണ് ഇവർ 3. കാരണം അല്ലെങ്കിൽ അന്തസ്സുള്ള അഭിമാനമുള്ള ഒരു ഇന്ത്യക്കാരനെ പണയം വെച്ച് അമേരിക്ക നമുക്ക് എവിടെന്നെങ്കിലും പിന്നെ ക്രൂഡ് ഓയിൽ വാങ്ങിക്കാൻ പെർമിഷൻ തരിക എന്നൊക്കെ പറയുന്നത് എന്താണ്? നമ്മൾ ആരായി ജനങ്ങളുടെ മുമ്പിൽ, ലോകത്തിന്റെ മുമ്പിൽ? എന്തായാലും ശരി, ഇങ്ങനെയുള്ള ഭരണാധികാരികളെ തൂത്തെറിയാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. നമ്മൾ സമര രംഗത്തിറങ്ങണം. ജനങ്ങൾ മൊത്തത്തിൽ സമര രംഗത്തിറങ്ങണം. നേതൃത്വം കൊടുക്കാൻ ഒരു പ്രതിപക്ഷ നേതൃത്വം തന്നെ ഉണ്ടാകണം. പക്ഷെ അവർക്ക് ഇതിനൊന്നും ചിന്തിക്കാനോ ഇതിനു വേണ്ടി പ്രവർത്തിക്കാനോ സമയമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കണ്ടിട്ട് എവിടെയൊക്കെ എന്താണ് അസ്തിത്വം തന്നെ ഇല്ലാതാവുന്ന ഒരിതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന് പറയുന്നു. അപ്പൊ എവിടെ പ്രതിപക്ഷ പാർട്ടികളെങ്കിലും ഇല്ലേ? ഭരിക്കുന്നവർ മാത്രമല്ലല്ലോ, പ്രതിപക്ഷങ്ങളെങ്കിലും ഇല്ലേ? അവരെല്ലാം ഒന്നിച്ചിറങ്ങണ്ടേ, മുന്നിട്ടിറങ്ങണ്ടേ? അതേ, അവരവരുടെ കാര്യങ്ങൾ നോക്കി വെറുതെ ഇരിക്കുകയാണ്. എന്തായാലും ശരി, അവസാന കൈക്ക് ജനങ്ങൾ തെരുവിലിറങ്ങേണ്ട ഒരു അവസ്ഥയുണ്ടാവും. ഈ ഭരണാധികാരികളെ നാട്ടിൽ നിന്നും ഓടിച്ചു വിടുകയോ അടിച്ചു കൊല്ലുകയോ ചെയ്യും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക്, അരാജകത്വത്തിലേക്ക് വരാതിരിക്കാൻ ഉത്തരവാദിത്തം പരിപൂർണമായി നിറവേറ്റേണ്ട ബാധ്യത ഇന്ത്യയിലുള്ള പട്ടാളത്തിനായിരുന്നാലും അവിടെയുള്ള ജനാധിപത്യ വിശ്വാസികൾക്കായിരുന്നാലും പ്രതിപക്ഷ കക്ഷികൾക്കായിരുന്നാലും ഭരണപക്ഷത്ത് തന്നെയുള്ള ജനാധിപത്യ മതേതരത്വ വിശ്വാസികൾക്കും അവരുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിങ്ങൾ പൂർണ്ണമായി നിറവേറ്റണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്.